നിങ്ങൾ ആ ചിത്രം ശ്രദ്ധിച്ചുവോ? CPIM-ന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ജമാഅത്തെ ഇസ്ലാമിയുടെ 2004-ലെ ഒരു വേദിയിൽ പങ്കെടുത്തതാണ് ചിത്രം. ചിത്രം കണ്ണൂർ ജില്ലയിലെ മാടായിയിൽ നിന്നുള്ളതാണ്. 2004-ൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഏരിയ സമ്മേളനത്തിലാണ് MV ഗോവിന്ദൻ മാഷ് പ്രസംഗിക്കുന്നത്. VT ബൽറാമാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ ഇട്ട് ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കഴിഞ്ഞ കുറെ കാലങ്ങളായി MV ഗോവിന്ദൻ മാഷും CPM നേതാക്കളും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന, CPM പാർട്ടി തലത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രചാരണങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയോട് തങ്ങൾ നിതാന്ത ശത്രുതയിലാണ് എന്ന് വരുത്തി തീർക്കാവുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും നടത്താറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രത്തിനെതിരെ തങ്ങൾ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിരുന്നു എല്ലാ കാലത്തും തങ്ങൾ എന്നൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് CPIM നേതാക്കൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും CPIM തമ്മിൽ ഇങ്ങനെ ഒരു ശത്രുത നിലവിലുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ബോധ്യം. ഇത് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ MV ഗോവിന്ദൻ മാഷ് പങ്കെടുത്തു എന്നതിന്റെ പേരിൽ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പ്രാദേശിക സ്വഭാവമുള്ളതും സംസ്ഥാന സ്വഭാവമുള്ളതുമായ വേദികളിലൊക്കെ പല കാലങ്ങളിൽ CPIM-ന്റെ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്, ഉണ്ടാകാം. അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്ന MV ഗോവിന്ദൻ മാഷ് മാടായിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ സംസാരിക്കുന്ന ചിത്രം. വേറെയും ചിത്രങ്ങൾ പുറത്തു വരാനിരിക്കുന്നുണ്ട്. കൂടുതൽ ചിത്രങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രബോധനത്തിന്റെയൊക്കെ പഴയ ലക്കങ്ങൾ നോക്കിയാൽ ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ CPM നേതാക്കൾ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ആ ചിത്രങ്ങൾ പുറത്തു വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. ഇപ്പോൾ പുറത്തു വന്ന ചിത്രത്തെ നിരാകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ മാഷ് സംസാരിച്ചതിനെ നിരാകരിക്കാൻ MV ഗോവിന്ദൻ മാഷോ CPIM-ന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോ പാർട്ടി കേന്ദ്രങ്ങളോ തയ്യാറായിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ വേദിയിൽ MV ഗോവിന്ദൻ മാഷ് പങ്കെടുത്തിരുന്നു എന്ന് തന്നെ നമുക്ക് തീർച്ചപ്പെടുത്താവുന്നതാണ്. MV ഗോവിന്ദൻ മാഷ് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പങ്കെടുത്തോ ഇല്ലേ എന്നതിനെ ഒരു പ്രശ്ന വിഷയമാക്കാനല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. മറിച്ച് ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പങ്കെടുക്കുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളുമായി സഹകരിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിൽ പോയി ചർച്ചകളിൽ ഭാഗവക്കാവുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിന്റെ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന തികച്ചും കപടമായ വാദം CPIM ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സ്ഥിര സ്വഭാവമുള്ള വിമർശം ഉന്നയിച്ചിട്ടുള്ളത് തീർച്ചയായും സുന്നി സംഘടനകൾ മാത്രമാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകേണ്ടതില്ല. ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെട്ട കാലം മുതൽ ഇങ്ങോട്ട് സുന്നി പ്രസ്ഥാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നിലപാട് വളരെ കർക്കശമായി തന്നെ സ്വീകരിക്കുന്നുണ്ട്. അപ്പുറത്ത് ആരെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്നതിനെ ആസ്പദമാക്കിയല്ല സുന്നി സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയോട് നിലപാട് സ്വീകരിക്കാറുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്ക് തുടക്കം കുറിച്ച ആ കാലം മുതൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 2025 വരെയുള്ള കാലത്ത് സ്ഥിര സ്വഭാവത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാറുള്ളത് സുന്നികൾ മാത്രമാണ്. മറ്റു പല സംഘടനകളുടെയും ജമാഅത്തെ വിമർശങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മുസ്ലിം ലീഗ് ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ശക്തിയുക്തം എതിർക്കുകയും പാർട്ടി പത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ തുടരെ ലേഖനങ്ങൾ, CP സൈദരവിയുടേതാണെന്ന് ഓർക്കുന്നു, തുടരെ ലേഖനങ്ങൾ വരികയും ചെയ്ത കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കുന്ന നിലപാടാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്, UDF സ്വീകരിക്കുന്നത്. സമാനമായ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ചില പ്രാദേശിക ഘടകങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ LDF സ്വീകരിച്ചു എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഒരു പക്ഷെ അത് വിശദീകരിക്കപ്പെടേണ്ട കാര്യമായിരിക്കില്ല. കാരണം ഇതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ തമ്മിലാണ് കൂട്ടുണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് അത്ര അജ്ഞാതമായ കാര്യമൊന്നും അല്ല. വെൽഫെയർ പാർട്ടി അടുത്ത കാലത്താണ് രൂപപ്പെട്ടു വന്നത്. അതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ആരുടെ എല്ലാം കൂടെ എന്നതൊന്നും അത്ര രഹസ്യമായ കാര്യമല്ല, പരസ്യമായി തന്നെ നമ്മുടെ പൊതു ഇടത്തിൽ തന്നെയുള്ള കാര്യമാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കം ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇത്
ജനങ്ങൾ കാണുകയും അറിയുകയും ആരോടൊക്കെ കൂട്ടുകൂടി എന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതാരെങ്കിലും നിഷേധിച്ചാൽ ഇല്ലാതായി തീരുന്നതുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാട് സ്വീകരിച്ച ആളുകൾ പിന്നീട് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ആളുകൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായ നിലപാട് പിൽക്കാലത്ത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മതരാഷ്ട്രവാദം എന്ന് ആരംഭിച്ചതാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഈ 2020 അല്ലെങ്കിൽ അതിനു മുമ്പ് 2015 ആരംഭിച്ചതാണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ പിറവി തൊട്ടുള്ള ആശയ വൈകല്യങ്ങൾ തുറന്നു കാണിച്ചിട്ടുണ്ട് കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് 2004 ശേഷം ഉണ്ടായതല്ല. MV ഗോവിന്ദൻ മാഷ് മാടായിയിലെ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷവും ഉണ്ടായി വന്നതല്ല, സമീപകാലത്തും ഉണ്ടായി വന്നതല്ല, ആദ്യകാലം മുതലേ ഉണ്ട്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായി, രാഷ്ട്രീയ പിന്തുണയുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ പഴയ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 1992 ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് പിറകെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 1996 കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായിരുന്നത് LDF-നാണ്. ഒരു കാര്യം ഇതോട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് പിറകെ RSS-നെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും പിന്നീട് അവർ കോടതിയെ സമീപിച്ചുകൊണ്ട് ആ നിരോധനം നീക്കുകയുമാണ് ഉണ്ടായത്. അതിന് പിറകെയാണ് 96 ബാബരി മസ്ജിദിന്റെ തകർച്ച കഴിഞ്ഞ് ഏകദേശം 3.5 വർഷത്തിന് ശേഷമാണ് 96 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ LDF-നാണ്, അഥവാ CPIM നേതൃത്വം നൽകുന്ന മുന്നണിക്കാണ് ജമാഅത്തെ ഇസ്ലാമിയാണ്, അതങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്, വെൽഫെയർ പാർട്ടി രൂപപ്പെട്ടു വന്ന കാലമല്ല, ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകുന്നത്. ആ പിന്തുണയെ അഭിനന്ദിച്ചുകൊണ്ടും ആ പിന്തുണ സ്വീകരിച്ചുകൊണ്ടും 1996 ഏപ്രിൽ 22 തിങ്കളാഴ്ച ദേശാഭിമാനിയിൽ, അഥവാ CPIM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ആ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ എന്നാണ് ഇതിൽ പറയുന്നത്. അത് ഞാനിങ്ങനെ വായിക്കാവുന്നതാണ്. അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ വായിക്കാം. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്നീ ഓമന പേരുകളിൽ PV നരസിംഹറാവുവിന്റെ സർക്കാർ നടപ്പിലാക്കി വരുന്ന സാമ്രാജ്യത്വാനുകൂല സാമ്പത്തിക പദ്ധതിക്കും മറ്റു ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരായെന്ന പോലെ ഹൈന്ദവ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ നടത്തിപ്പോരുന്ന പ്രക്ഷോഭ സമരങ്ങൾ ആ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ കൂടുതൽ ശക്തവും വ്യാപ്തവുമാക്കി തീർക്കുകയാണ്. ആശാവഹവും ആവേശകരവുമായ ഈ പ്രക്രിയ ത്വരിതപ്പെടുത്തുന്ന 2 സംഭവ വികാസങ്ങൾ കഴിഞ്ഞ വാരത്തിന്റെ അന്ത്യനാളുകളിൽ ഉണ്ടായിരിക്കുകയാണ്. വരുന്ന പൊതുതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേരളത്തിലെ ക്രിസ്തുമത പുരോഹിതന്മാരും ജമാഅത്തെ ഇസ്ലാമിയും കൈക്കൊണ്ട തീരുമാനങ്ങളാണിവിടെ വിവക്ഷ. എന്നിട്ട് ക്രൈസ്തവ സഭ നൽകിയ പിന്തുണയെക്കുറിച്ച് ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അത് വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന്റെ തൊട്ടു പുറകെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തു വന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ഒരേ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് അവർ തീരുമാനം കൈക്കൊണ്ടത്. അഥവാ ജമാഅത്തെ ഇസ്ലാമി അന്ന് വിവിധ പാർട്ടികളുടെ നേതാക്കളോട് ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിരുന്നു. കോൺഗ്രസുമായി സംസാരിച്ചിട്ടുണ്ട്, CPIM-മായി സംസാരിച്ചിട്ടുണ്ട്. CPIM-മായിട്ട് ഒരിക്കലും ഒത്തിരുന്നിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഇരുന്നിട്ടില്ല എന്നതിനെ നിഷേധിക്കുന്ന വാചകവും കൂടിയാണിത്. അഥവാ അന്ന് അവർ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പിന്തുണ പ്രഖ്യാപിച്ചത് എന്നാണ്. ശേഷം വായിക്കാവുന്നതാണ്. തീരുമാനത്തിന് അടിസ്ഥാനമായ അവരുടെ, അഥവാ ഈ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനം കൈക്കൊണ്ടത്. തീരുമാനത്തിന് അടിസ്ഥാനമായ അവരുടെ നിഗമനം ഇങ്ങനെയാണ്. എന്നിട്ട് അത് ഉദ്ധരിക്കുകയാണ്: രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്.
മുസ്ലിം ന്യൂനപക്ഷത്തെ ആ പാർട്ടി വഞ്ചിച്ചു. ടാഡ പോലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു. അഴിമതി ദേശീയ സംസ്കാരമാക്കി. തിരഞ്ഞെടുപ്പ് ആസന്നമായിട്ടും തെറ്റുതിരുത്താനോ മേലിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇൻവെർട്ടഡ് കോമ അവസാനിക്കുകയാണ്. അതിനുശേഷം പറയാണ്, ലോകത്തിലെവിടെയുണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്നു മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്ത്. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ മതത്തിന്റെ മൂല്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് നിലപാട് സ്വീകരിക്കുന്നത് എന്ന് CPIM-ന്റെ ദേശാഭിമാനി പത്രം പറയുകയാണ്. ആ അഭിപ്രായം എനിക്കില്ല. അങ്ങനെ അഭിപ്രായം എനിക്കില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയോട് പല നിലകളിൽ വിയോജിപ്പുണ്ട്, ആദർശപരമായ ശക്തമായ വിയോജിപ്പുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഊന്നി പറയുന്നത്. CPIM അവകാശപ്പെടുന്നത് പോലെ മതമൂല്യങ്ങളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മതത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന, ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്ന, അങ്ങനെ നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് CPIM-ന് അഭിപ്രായം ഉണ്ടാകാം. എനിക്ക് ആ അഭിപ്രായം ഇല്ല എന്നുകൂടി ഞാൻ ചേർത്ത് പറയുകയാണ്. CBCI-യുടേതുപോലെ, അത് ഈ കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയാണ്. CBCI-യുടേതുപോലെ അത്രയേറെ ആഴത്തിലും പരപ്പിലും സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടല്ലെങ്കിലും ജമാഅത്തും ചെന്നെത്തി നിൽക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെയാണ്. ക്രിസ്തീയ നെറ്റിപ്പട്ടം കെട്ടി നടക്കുന്ന കോട്ടയത്തെ റബ്ബർ പത്രം സ്വന്തം നിക്ഷിപ്ത വർഗ താൽപര്യത്തിന്റെ പേരിൽ നരസിംഹറാവുവിന്റെ ആഗോളവൽക്കരണ നയത്തെയും മറ്റു നടപടികളെയും അത്യാവേശപൂർവം പരിരംഭണം ചെയ്തു നിന്നാലും ചൂഷണത്തിനും സാമ്പത്തിക കൊള്ളയ്ക്കും അനീതിക്കുമെതിരായി ഉയർന്നു നിൽക്കാൻ കൊതിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ പോകുന്നതാണ് പുരോഹിതന്മാരുടെ തികച്ചും കാലികമായ ഈ തീരുമാനം. ഭരണാധികാരത്തിന്റെ മാധുര്യം നൊട്ടിനുണഞ്ഞുകൊണ്ട് സ്വന്തം ബഹുജന താല്പര്യം മറന്നുകൊണ്ട് ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് ശക്തികൾക്കെതിരെ മുസ്ലിം ലീഗും അവരുടെ കയ്യാളായ PDPയും അഥവാ അബ്ദുൽ നാസർ മഅദനിയുടെ PDPയും നടത്തിവരുന്ന പ്രചാരണങ്ങളുടെ കുന്തമുന ഒടിച്ചു കളയുന്നതായി ജമാഅത്തിന്റെ തീരുമാനം. അഥവാ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന്റെയും മുസ്ലിം പ്രേമം നടിച്ചുകൊണ്ട് അതേസമയത്ത് ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് ശക്തികൾക്കെതിരെ മുസ്ലിം ലീഗും അവരുടെ കയ്യാളായ PDPയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്നതായി എന്നാണ് ഈ വാചകം പറഞ്ഞു വെക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ദേശാഭിമാനി പത്രം എഴുതിയ വാചകമാണിത്. ന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് വേറിട്ട് നിൽക്കുന്നത് കൊണ്ട് സ്വന്തം താല്പര്യം സംരക്ഷിക്കാനാവില്ലെന്നും രാജ്യത്തെ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾക്കൊപ്പം അണിനിരന്നുകൊണ്ടേ സ്വന്തം ഉത്തമ താല്പര്യങ്ങളും അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാൻ ഒക്കുകയുള്ളൂവെന്നും ശരിയാം വിധം മനസ്സിലാക്കിക്കൊണ്ടുള്ളത് തന്നെയായി ആ തീരുമാനം. മേൽ വിവരിച്ച രണ്ട് തീരുമാനങ്ങൾ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ തീർച്ചയായും കൂടുതൽ ശക്തവും വ്യാപ്തവുമാക്കി തീർക്കുകയാണ്. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ എത്ര മനോഹരമായ വാക്കുകളിലാണ് CPIM-ന്റെ മുഖപത്രമായ ദേശാഭിമാനി വരച്ചു കാണിക്കുന്നത്. അതിന് അഭിവാദ്യം ചെയ്തിട്ടും ദേശാഭിമാനിക്ക് മതിയാകുന്നില്ല. നിരന്തരമായി അതിന് ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തെ വർഗീയ മതനിരപേക്ഷ ശക്തികൾക്കൊപ്പം അണിനിരന്നുകൊണ്ട് സ്വന്തം ഉത്തമ താല്പര്യങ്ങളും അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാനാകുകയുള്ളൂവെന്നും ശരിയാം വിധം മനസ്സിലാക്കിക്കൊണ്ടുള്ളതായി ആ തീരുമാനം എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെക്കുറിച്ച് പറയുകയാണ്. അഥവാ ന്യൂനപക്ഷത്തിന്റെ രക്ഷ ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾക്കൊപ്പം നിൽക്കലാണ് നല്ലത് എന്ന് ജമാഅത്തെ ഇസ്ലാമി തിരിച്ചറിഞ്ഞു എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. നോക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സംഘടന, ഏത് മതസംഘടനയാവട്ടെ, ആ മതസംഘടന പിന്തുണ നൽകുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരു സംഘടനയാണെങ്കിൽ പോലും അതിനെ മുക്തകണ്ഠം പ്രശംസിക്കാൻ തയ്യാറായ ഒരു പാരമ്പര്യമാണ് CPIM-നുള്ളത്, അഥവാ അവരുടെ പാർട്ടി പത്രത്തിനുള്ളത്. അതൊക്കെ ഞാൻ പാർട്ടി പത്രത്തിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത്. മുഖപത്രം എഴുതി ആ പിന്തുണ സ്വീകരിക്കുകയും ആ പിന്തുണ ചരിത്രപരമാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുമാണ് CPIM ചെയ്തിട്ടുള്ളത്. ഇത് 1996-ലെ കാര്യമാണ്. 96-ന് ശേഷമല്ല ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെട്ടു വന്നതും ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ടു വരികയും ചെയ്തിട്ടുള്ളത്. 1979-ൽ അബുൽ അഅ്ല മൗദൂദി മരണപ്പെട്ടിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ അബുൽ അഅ്ല മൗദൂദിയാണ്. 1979-ൽ ന്യൂയോർക്കിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്.
ന്യൂയോർക്കിൽ അദ്ദേഹം മരണപ്പെടുന്നതിന് എത്രയോ മുമ്പ് തന്നെ അദ്ദേഹം ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്റെ മതരാഷ്ട്രവാദം മറയില്ലാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. CPM ഈ അവകാശപ്പെടുന്നത് ഞങ്ങൾ എല്ലാ കാലത്തും ജമാഅത്തിനെതിരായിരുന്നു എന്നാണ്. ഒന്നുകിൽ CPM തെറ്റ് സമ്മതിക്കണം. തെറ്റ് സമ്മതിക്കേണ്ടത് എന്താണ്? ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ മനസ്സിലാക്കിയതിൽ ആദ്യകാലത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ആ പിഴവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ മുഖപ്രസംഗം എഴുതുകയും അവരുടെ പിന്തുണ, വെൽഫെയർ പാർട്ടിയുടെ പോലും പിന്തുണയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുകയും അതിനെ അഭിനന്ദിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ പിൽക്കാലത്ത് പോവുകയും ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യം തുറന്നു പറയാനെങ്കിലും CPIM തയ്യാറാകേണ്ടതുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം. ജമാഅത്തെ ഇസ്ലാമി ആദ്യകാലത്ത് CPM-ന് പിന്തുണ കൊടുക്കുന്നു, പിന്നീട് മുസ്ലിം ലീഗിന് പിന്തുണ കൊടുക്കുന്നു, അഥവാ LDF-ന് UDF-നൊക്കെ മാറി പിന്തുണ കൊടുക്കുന്നുണ്ട്. CPM-ലൂടെയാണ് മുസ്ലിം രക്ഷ എന്ന് ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് പിറകെ കരുതിയിട്ടുള്ള, വിശ്വസിക്കുകയും നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നു മുതലാണ് CPIM ചതുർത്ഥിയായി തുടങ്ങിയത്. CPIM ഇസ്ലാമോഫോബി പ്രചരിപ്പിക്കുന്നവരാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നു മുതലാണ് തോന്നി തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ഈ വിഷയം ഉന്നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും CPM തമ്മിലുള്ള ബന്ധങ്ങൾ അത് അടുത്ത ബന്ധമായാലും എതിർപ്പുള്ള അകന്ന ബന്ധമായാലും അഥവാ സ്നേഹബന്ധമായാലും ശത്രുതയായാലും ശരി, ഈ രണ്ട് ബന്ധങ്ങളെയും തനി കപടമായാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്റെ വിലയിരുത്തലാണ്. ജമാഅത്തെ ഇസ്ലാമി CPIM-നോട് ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന എതിർപ്പ് തികച്ചും രാഷ്ട്രീയമാണ്, ഒട്ടും സത്യസന്ധമല്ലാത്തതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളും ഒട്ടും സത്യസന്ധത തീണ്ടിയിട്ടില്ലാത്ത തനി കാപ്പട്യമാണ് എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ നിലപാടിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായി എന്ന് ആദ്യകാലത്തും വിശ്വാസമില്ല, ഇപ്പോഴും നമുക്ക് വിശ്വാസമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതേ ഇല്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്തും മാറിയിട്ടില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നുമില്ല. പക്ഷെ CPIM ആ നിലപാട് മാറ്റിയിട്ടുണ്ട്. CPIM ആദ്യകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പോയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലവുമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, പിൽക്കാലത്ത് എതിർക്കുകയും ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഒക്കെ ഈ ചാഞ്ചാട്ടം കാണാൻ കഴിയും. ആ ചാഞ്ചാട്ടം തന്നെയാണ് ഒരർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ പിന്തുണയും സഹായകരവുമായി തീരുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കുക. ഇതൊക്കെ വളരെ വിദൂര ഭൂതകാലമല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. വളരെ വിദൂരമൊന്നുമല്ല. 2004 മാടായിലെ സമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് വളരെ വിദൂരം എന്നൊന്നും പറയാൻ കഴിയില്ല. ഇനി അടുത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിന്റെ ഫേസ് ഓഫ് ഇയർ എന്നാണെന്ന് തോന്നുന്നു ആ പുരസ്കാരത്തിന്റെ പേര്. ആ പുരസ്കാരത്തിന് അർഹമായത് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം മീഡിയ വണ്ണിന്റെ വേദിയിൽ പോവുകയും മീഡിയ വണ്ണിന്റെ ആ പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ട് 2-3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അഥവാ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അത് ഏറ്റുവാങ്ങിയത് എന്നർത്ഥം. അതിന്റെ കൃത്യമായ ഡേറ്റ് വേണമെങ്കിൽ ഞാൻ പിന്നീട് പറയുന്നതാണ്. ഈ അടുത്ത കാലത്താണ് അങ്ങനെ ഒരു പുരസ്കാരം മീഡിയ വൺ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. അതിന്റെ എഡിറ്റർ അന്നും C ദാവൂദാണ്, ഇന്നും അതിന്റെ എഡിറ്റർ C ദാവൂദ് തന്നെയാണ്. C ദാവൂദ് എഡിറ്റോറിയൽ ഡെസ്കിൽ ഉണ്ടായിരിക്കെ തന്നെയാണ്, അഥവാ എഡിറ്റർ ആയിരിക്കുന്ന അതേ മീഡിയ വണ്ണിൽ നിന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ആ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ആ പുരസ്കാരം തിരിച്ചു കൊടുത്ത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമായി കൂടി ഈ സന്ദർഭത്തെ ഉപയോഗിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.